പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധയമ്മേ, കൃപാസന പ്രസാദപര മാതാവേ, പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ ഇതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്നു. അമ്മേ മാതാവേ, കണ്ണീരോടെ ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കണമേ. ഞങ്ങളുടെ ആകുലതകളും പ്രയാസങ്ങളും അങ്ങ് ഏറ്റെടുക്കണമേ. ഈശോയെ, ഞങ്ങളോട് കരുണയായിരിക്കണമേ, ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ അങ്ങയിലേക്ക് അടുത്തു വരുമ്പോൾ ഞങ്ങളെ ചേർത്തണയ്ക്കണമേ. ഈശോയെ, ഈ അനുഗ്രഹീത ദിവസങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ അങ്ങയുടെ സ്നേഹം രുചിച്ചറിയുവാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ. പാപത്തിൻ്റെ കെട്ടുകളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വഴിയറിയാതെ നിൽക്കുന്ന ഞങ്ങൾക്ക് വഴി കാട്ടിത്തരണമേ. കടബാധ്യതകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കഷ്ടതകളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. അമ്മേ മാതാവേ, കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന എല്ലാവരെയും അമ്മയിലേക്ക് ഏൽപ്പിക്കുകയാണ്. കടങ്ങൾ തീർക്കുവാനുള്ള വാതിലുകൾ തുറന്നു തരണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലി കൊടുത്ത് അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ജോലി മേഖലകളിൽ തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ, ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കൃപയായി തുണയായി പരിശുദ്ധ അമ്മയെ കൂടെ നിൽക്കണമേ. അമ്മേ മാതാവേ, വിദേശങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, കാവൽ ചെയ്ത് സംരക്ഷണം കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ഭൂമുഖത്ത് നിന്ന് യുദ്ധങ്ങളും ക്ഷാമങ്ങളും എടുത്തു മാറ്റണമേ. അമ്മേ മാതാവേ, ഓരോ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരണമേ. അമ്മേ മാതാവേ, സമാധാനമില്ലാതെ ജീവിക്കുന്ന ഓരോ വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ, അവരിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലണമേ. സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബജീവിതങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ്. പരിശുദ്ധ അമ്മേ, കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരണമേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ ആവശ്യങ്ങളെ അറിയണമേ. ഞങ്ങളുടെ ആകുലതകളെ അറിയണമേ. ഞങ്ങളുടെ പ്രയാസങ്ങളെ അറിയണമേ. ഞങ്ങളുടെ കഷ്ടതകളെ അറിയണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വഴി കാട്ടിത്തരണമേ. രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ രോഗക്കിടക്കയിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. അവരനുഭവിക്കുന്ന പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും കണ്ട് അവരെ ആശ്വസിപ്പിക്കണമേ. അവർക്ക് രോഗസൗഖ്യം നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എല്ലാവരുടെയും ജീവിതങ്ങളെ കാണണമേ. യുവജനങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ്. അമ്മേ മാതാവേ, നല്ല മക്കളായി ജീവിപ്പാൻ അവരെ പഠിപ്പിക്കണമേ. ഒരാൾ പോലും വഴിതെറ്റിപ്പോകുവാൻ അനുവദിക്കരുതേ. മദ്യത്തിലും മയക്കുമരുന്നിലും അടിമപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ. അമ്മേ മാതാവേ, വരും തലമുറകൾക്ക് മാതൃകയുള്ള മക്കളായി ഞങ്ങളുടെ യുവജനങ്ങൾ വളർന്നു വരുവാൻ തക്കവിധം അവരെ ബലപ്പെടുത്തണമേ. തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ കുറവുകളും പോരായ്മകളും നികത്തണമേ. അവരുടെ ബാലാരിഷ്ടതകളിൽ നിന്ന് അവരെ രക്ഷിക്കണമേ. അമ്മേ മാതാവേ, പഠിക്കാനുള്ള ബുദ്ധി, ശക്തിയും അറിവും ജ്ഞാനവും കൊടുക്കണമേ. ദൈവവിശ്വാസമുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരുവാൻ അവരെ ഇടയാക്കണമേ. സാത്താൻ്റെ പിടിയിൽപ്പെട്ടു പോകുവാൻ വിട്ടുകൊടുക്കരുതേ. പരിശുദ്ധ അമ്മയുടെ നീലമേലങ്കിക്കുള്ളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പൊതിഞ്ഞു പിടിച്ചു കൊള്ളണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാനല്ലാതെ ഒന്നിനും സാധിക്കില്ല. അമ്മേ, ഞങ്ങൾക്ക് തുണയായി കൂടെ നിൽക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എല്ലാ കുഞ്ഞുങ്ങളെയും അമ്മയുടെ നീലമേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിക്കണമേ. ഞങ്ങളെല്ലാവരും അമ്മയിൽ ആശ്രയിക്കുന്നു. അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരാൾ പോലും നിരാശയിൽ മടങ്ങിപ്പോയിട്ടില്ലല്ലോ അമ്മേ. അമ്മേ മാതാവേ, കൃപാസന ദേവാലയത്തിലേക്ക് കടന്നു വരുവാനായ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. അമ്മേ, അവരിലേക്കൊന്ന് കടന്നു ചെല്ലണമേ. അമ്മേ മാതാവേ, ആ മക്കളുടെ എല്ലാവരുടെയും ജീവിതങ്ങളെ കാണണമേ. ദിനംതോറും അമ്മയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെ സമർപ്പിക്കുന്നു. അവരുടെ കണ്ണുനീരിനെ ഒന്ന് കാണണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, എല്ലാ മക്കളുടെയും കണ്ണുനീരും വേദനകളും ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്ക് നൽകുന്നു. ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ മക്കളെയും അമ്മയ്ക്ക് നൽകുന്നു. ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. വിവാഹ തടസ്സങ്ങൾ നേരിടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
അവർക്കെല്ലാം അനുയോജ്യമായ തുണിയെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. കുടുംബജീവിതങ്ങളിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണമേ. പരിശുദ്ധയമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.